Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റിലെ, അതായത് അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന യൂണിറ്റിലെ ലാസ്റ്റ് വർക്കാണ്. അതായത് അനലൈസിങ് പോയം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയം അനലൈസ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു യൂണിറ്റ് അതായത് തീരും, രണ്ടാമത്തെ ബ്ലോക്കും തീരും. അപ്പോൾ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെ കവിതയുടെ പേര് ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്നാണ് കവിതയുടെ പേര്. ഈ കവിത എഴുതിയിട്ടുള്ളത് ഡാൻറ്റെ ഗബ്രിയേൽ റൊസേറ്റിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ കവിതയുടെ സമ്മറിയാണ് നോക്കുന്നത്. എന്താണ് ഈ കവിതയുടെ പ്രത്യേകത? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഭാഗം നോക്കാനുണ്ട്. അതായത് ഒന്ന് സമ്മറി ഓഫ് ദ പോയം, മറ്റൊന്ന് അനാലിസിസ് ഓഫ് ദ പോയം. ഇങ്ങനെ രണ്ട് സെക്ഷനാണ്. ശരിക്കും 3 സെക്ഷൻ ഉണ്ട്. പിന്നെ കവിത കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കവിത വായിച്ചു പറയുന്നില്ല, ഞാൻ ഇതിൻ്റെ സമ്മറിയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അനാലിസിസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്കിതിൻ്റെ സമ്മറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ കവിതയുടെ പേര് ദ ബ്ലെസ്ഡ് ഡാമോസൽ. അപ്പോൾ ആരാണ് ഈ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്നത്? അപ്പോൾ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ യങ്ങായിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ്. യങ്ങായിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണ് ദ ബ്ലെസ്ഡ് ഡാമോസൽ. അവള് സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ഇനി അവിടുത്തെ അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. ഇനി നോക്കൂ, ദ ബ്ലെസ്ഡ് ഡാമോസൽ ഈസ് കൺസ്ട്രെയിൻഡ് ഇൻ ഹെവൻ. ബ്ലെസ്ഡ് ഡാമോസൽ സ്വർഗത്തില് അവള് കൺസ്ട്രെയിൻഡ്, അവള് അവിടെ താല്പര്യമില്ലാതെ പിടിച്ചു നിർത്തിയ പോലെ അവൾ അവിടെ നിയന്ത്രണത്തിലിരിക്കുകയാണ്. കുട്ടികളെയൊക്കെ റൂമിലിട്ട് അടച്ചിരിക്കുന്ന പോലെ. ഷീ ഈസ് ലീനിങ് അഗൻസ്റ്റ് ദ ഹെവൻലി ഗോൾഡ് ഫെൻസ് ആൻഡ് ലോങ്ങിങ്ലി ഗേസിങ് ഡൗൺ അറ്റ് ദ പ്ലാനറ്റ് എർത്ത്. അവളവിടെ സ്വർഗത്തിൽ, ആ സ്വർഗത്തിൻ്റെ ഒരു ഗോൾഡ് ഫെൻസ് ഉണ്ട്, അതായത് സ്വർണത്തിൻ്റെ ഒരു ഫെൻസ്, ഒരു വേലി. ആ വേലിയിലേക്ക് ചാഞ്ഞിട്ട് അവൾ വളരെ താല്പര്യത്തോടു കൂടി സ്വർഗത്തിൽ നിന്നും താഴോട്ട് ഭൂമിയിലേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം, വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് പോയതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ച് മതിയായിട്ടുണ്ടാവില്ല. ഹെർ ഐസ് ആർ സ്റ്റിൽ ആൻഡ് ഡിവോയിഡ് ഓഫ് ഇമോഷൻ. അവളുടെ കണ്ണുകൾ നിശ്ചലമാണ്. ആ കണ്ണുകളിൽ നമുക്ക് യാതൊരുവിധ ഇമോഷനും, ഒരു വൈകാരികതയും കാണാനില്ല. മോർ പ്രിസൈസ്ലി ദേ ആർ ലൈക്ക് ഡീപ്പ് വാട്ടേഴ്സ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ കണ്ണുകൾ നല്ല ആഴമുള്ള വെള്ളം പോലെയാണ്. The thoughts that are hidden in the damosel's mind are. ആ ഡാമോസലിൻ്റെ മനസ്സിൽ അഗാധതയിൽ കിടക്കുന്ന ചിന്തകൾ are incomprehensible just as it is impossible to perceive what lies beneath the surface of the pond. അതായത് ഒരു പോണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന വസ്തു നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ ഡാമോസലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഡാമോസലിൻ്റെ മനസ്സ് ഒരു പോണ്ടിൻ്റെ അടിത്തട്ട് പോലെയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു പോണ്ടിൻ്റെ അടിത്തട്ടിൽ, ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ എന്താണോ ഉള്ളതെന്ന് നമുക്ക് മുകളിൽ നിന്നും നോക്കിയാൽ അറിയാത്ത പോലെ തന്നെ അവളുടെ മനസ്സും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഷീ ഹാസ് 7 stars in her hair and 3 lilies in her hand. അവളുടെ മുടിയിൽ 7 നക്ഷത്രങ്ങളും അതുപോലെ തന്നെ അവളുടെ കയ്യിൽ 3 ലില്ലിപ്പൂക്കളും ഉണ്ട്. The damosel's gown is hanging from her waist to the floor. ഡാമോസലിൻ്റെ ഗൗണ്, അതായത് അവളുടെ മേൽക്കുപ്പായം അവളുടെ അരയിൽ നിന്നും ഫ്ലോർ വരെ, തറ വരെ ഹാങ് ചെയ്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഷീ ഡസൻറ്റ് ഹാവ് എ ബക്കിൾ ഓർ ക്ലാസ്പ്. എന്തില്ല, അതിനൊരു ബക്കിള്
ബട്ടണോ അല്ലെങ്കിൽ അതിനൊരു ഹുക്ക്, ക്ലാസ്പ് ഹുക്ക് അല്ലെങ്കിൽ കൊളത്തോ ഇല്ല. ഷീ ആൾസോ ഡസ് നോട്ട് ഹാവ് എനി എംബ്രോയിഡേർഡ് ഫ്ലവേഴ്സ് ഓൺ ഹെർ ഗൗൺ. അവൾ ധരിച്ചിരിക്കുന്ന ഗൗണില്, ആ വസ്ത്രത്തില് പൂക്കളൊന്നും തുന്നി ചേർത്തിട്ടില്ല. എംബ്രോയിഡേർഡ് ഫ്ലവേഴ്സ് ഒന്നുമില്ല, വർക്കൊന്നും ഗൗണിലില്ല. ഷീ ഈസ് വിയറിംഗ് എ വൈറ്റ് റോസ് that Virgin Mary gave her in appreciation of her selfless service. അവളുടെ ഭൂമിയിലെ നിസ്വാർത്ഥ സേവനത്തിന്, അതാണ് സെൽഫ്ലെസ് സർവീസ്, നിസ്വാർത്ഥ സേവനത്തിന് അവൾക്ക് വെർജിൻ മേരി എന്ന് പറഞ്ഞാൽ കന്യാമറിയം അവള് സ്വർഗത്തിൽ ചെന്നപ്പോൾ, ബ്ലെസ്ഡ് ഡാമോസൽ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവളുടെ സെൽഫ്ലെസ് സർവീസ്, നിസ്വാർത്ഥ സേവനത്തിന് വെർജിൻ മേരി, അതായത് കന്യാമറിയം സ്വർഗത്തിൽ വെച്ച് അവൾക്കൊരു വൈറ്റ് റോസ് നൽകി. ഹെർ ബാക്ക് ഈസ് കവേർഡ് വിത്ത് ഹെർ റൈപ്പ് യെല്ലോ ഹെയർ. ഇവിടെ ശരിക്ക് ഹെർ റൈപ്പ് എന്നല്ല, ശരിക്കും കോണ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബാക്ക്, അവളുടെ പുറമെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അവളുടെ പഴുത്ത നിറത്തിന്റെ മഞ്ഞ കളറുള്ള മുടി. അപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഹെർ റൈപ്പ് എന്നാ. അപ്പൊ ശരിക്കും റൈറ്റ് എന്നല്ല, കോൺ എന്ന. റൈപ്പ് കോൺ പഴുത്ത പഴം, റൈപ്പ് കോൺ യെല്ലോ പഴുത്ത പഴത്തിന്റെ മഞ്ഞ നിറം. ആ മഞ്ഞ നിറത്തിലുള്ള, നമ്മള് ബ്ലോണ്ട് ഹെയർ എന്ന് പറയില്ലേ, അതായത് ബ്രിട്ടീഷുകാരൊക്കെ ആ ഒരു മുടി, അപ്പൊ അതുപോലെ മഞ്ഞ നിറമുള്ള മുടി അവളുടെ പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ ആ മുടി കൊണ്ട് അവളുടെ പുറമെല്ലാം കവർ ചെയ്തിരിക്കുന്നു. ഷീ ഫീൽസ് ആസ് ദോ ഷീ ഹാസ് ജസ്റ്റ് ബീൻ ഇൻ ഹെവൻ ഫോർ എ സിംഗിൾ ഡേ. അവൾ ആ ഒരു ഹെവനിൽ എത്തിയിട്ട്, സ്വർഗത്തിൽ എത്തിയിട്ട് ഒരു ദിവസമായ പോലെ, ഒറ്റ ദിവസമായിട്ടുള്ളൂ എന്നാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ഷീ സിങ്സ് ഇൻ ദ കോയറിൽ, അതായത് പാട്ട് സംഘത്തിൽ അവൾ പാടുന്നു. ഈസ് കോൺസ്റ്റന്റ്ലി പ്രൈസിങ് ഗോഡ്, സ്ഥിരമായിട്ട് അവൾ ദൈവത്തെ പുകഴ്ത്തുന്നു. ഹെർ ഐസ് ആർ സ്റ്റിൽ ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെന്റ്, ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ ആശ്ചര്യമുണ്ട്. സ്വർഗത്തിൽ അവളുടെ ഒരു തോന്നുന്നത് അവൾ സ്വർഗത്തിൽ എത്തിയിട്ട് ഒരു ദിവസമായ പോലെയാണ്. ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ അസ്റ്റോണിഷ്മെന്റ്, ആശ്ചര്യം നിറഞ്ഞിരിക്കുന്നു. ഷീ ഹാസ് ഓൺലി റീസെന്റ്ലി എൻറ്റേർഡ് ഹെവൻ, സോ ഷീ കണ്ടിന്യൂസ് ടു ബി ഇൻ വണ്ടർ ഓഫ് എവറിത്തിങ്. അതായത് അവൾ ഈ അടുത്തിടെ സ്വർഗത്തിൽ എത്തിയിട്ടുള്ളൂ, ഇപ്പോഴും അവിടെയുള്ള ഓരോ വസ്തുക്കൾ കാണുമ്പോഴും അവർ ആശ്ചര്യപ്പെടുന്നുണ്ട്. ആ ഒരു രീതിയാണ്, ആ ഒരു ചിന്തയാണ് അവൾക്ക്. ദ പീപ്പിൾ ഓൺ എർത്ത് ഹു ഹാവ് ലോസ്റ്റ് ദ ബ്ലെസ്ഡ് ഡാമോസൽ ആർ വെരി സാഡ്. അതായത് ഭൂമിയിലെ അവളുടെ ആളുകൾ, ഭൂമിയിലെ അവളെ നഷ്ടപ്പെട്ട ആളുകൾ, അവളുടെ കുടുംബക്കാര്, അവളുടെ ബന്ധുക്കൾ, അവരെല്ലാം വളരെ സങ്കടത്തിലാണ്. ടൈം മൂവ്സ് സ്ലോലി, ഇറ്റ് സീംസ് ദേ ഹാവ് ദ ഇംപ്രഷൻ ദാറ്റ് 10 years ഹാവ് ഗോൺ ബൈ. അതായത് സമയം വളരെ സാവധാനത്തിലാണ് കടന്നു പോകുന്നത്. അവള് സ്വർഗത്തിൽ എത്തിയിട്ട് 10 വർഷമായ പോലെയാണ്, അത്രയും സാവധാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, സമയം കടന്നു പോകുന്നത് എന്നാണ് ആര് പറയുന്നത്, ബ്ലെസ്ഡ് ഡാമോസൽ പറയുന്നത്. ദ ഡാമോസൽസ് ലവർ ഫാന്റസൈസസ്, എന്നാൽ ഭൂമിയിലെ ഡാമോസലിന്റെ ലവർ, ആ ലവർ അയാളുടെ ഭാവനയിൽ അയാള് ഫാന്റസൈസസ്, അയാൾ ഇമാജിൻ ചെയ്യാണ്. എന്താണ് തൻ്റെ ഭാവനയിൽ അയാൾ ഇമാജിൻ ചെയ്യുന്നത്? ഡാമോസലിന്റെ ലവർ ഹാവിങ് ഹെർ ബെൻഡ് ഓവർ ഹിം സോ ഹി ക്യാൻ ഫീൽ ഹെർ ഹെയർ ഓൺ ഹിസ് ഫേസ് ആൻഡ് ലോങ്സ് ഫോർ ഹെർ. അതായത് അയാളെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കാണ്, അവള് അയാളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് അയാളുടെ മുഖത്തേക്ക്, അയാളുടെ അടുത്തേക്ക് അവൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ മുടി അയാളുടെ മുഖത്ത് ഇങ്ങനെ തട്ടും. ആ രീതിയിൽ അവൾ തൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, ലോങ്സ് ഫോർ ഹെർ, അവളുടെ പ്രസൻസിന് വേണ്ടിയിട്ട് ഹി ലോങ്സ്, അവൻ ആഗ്രഹിക്കുന്നു. ഹി ഡിസ്കവേഴ്സ് ദാറ്റ് ദ സെൻസേഷൻ ഹി തോട്ട് വാസ്
his lover's hair was actually a leaf dropping. അവളുടെ മുടി അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നത് ആ ഒരു അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഫ് ഡ്രോപ്പിങ്ങിന്റെ പോലെയാണ്. അതായത് ഇല വീഴുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഓട്ടം സീസണെ ഓർമ്മിപ്പിക്കുന്നു. വിച്ച് ലൈക്ക്വൈസ് ഡിനോട്ട്സ് ദ പാസേജ് ഓഫ് ടൈം. അതായത് ഡിനോട്ട് ദ പാസേജ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് ഓട്ടം സീസണ്, അതായത് ഒരു കാലം കഴിഞ്ഞിട്ടാണല്ലോ മറ്റൊരു കാലം വരുന്നത്. സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മുടി, അവള് അയാളുടെ അടുത്തേക്ക് ബെൻഡ് ചെയ്തിട്ട് അവളുടെ മുടി അയാളുടെ മുഖത്തേക്ക് വരുന്നു. അവളുടെ ഒരു പ്രസൻസ് അയാൾ ആഗ്രഹിക്കുകയാണ്. ആ മുടി അയാളുടെ മുഖത്തേക്ക് വരുന്നത് ലീഫ് ഫോളിങ് പോലെ അയാൾക്ക് അനുഭവപ്പെടുന്നു. അത്തരം ഒരു പ്രതീതി. അപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം കടന്നു പോകുന്നതിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പാസേജ് ഓഫ് ടൈമിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. The blessed damozel is positioned on the barrier that God erected around heaven. അതായത് സ്വർഗത്തിന് ചുറ്റും ദൈവം ഒരു അതിർത്തി, ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തടസ്സം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എത്തിയ ഒരാൾക്ക് പെട്ടെന്നൊന്നും സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോരാനോ അങ്ങോട്ടൊരാൾക്ക് എൻട്രി ചെയ്യാനോ കഴിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാരിയർ ദൈവം അവിടെ ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഉയർത്തി വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആര്? ഡാമോസൽ. കാരണം ഭൂമിയിലെ ആഗ്രഹം അവൾക്ക് തീർന്നിട്ടില്ല. ദിസ് റാംപാർഡ് റെപ്രസെന്റ് ദ ബിഗിനിങ് ഓഫ് സ്പേസ്. ഈ ഒരു റാംപാർഡ്, ഈ ഒരു മതില്, സ്വർഗത്തിന്റെ റാംപാർഡ്, സ്വർഗത്തിന്റെ മതില്, ആ മതില് സൂചിപ്പിക്കുന്നത് സമയത്തിന്റെ, സ്പേസിന്റെ തുടക്കമാണ്. അതായത് ബിഗിനിങ് ഓഫ് സ്പേസ്, അതായത് സ്പേസിന്റെ തുടക്കമാണ് ഈ റാംപാർട്ട്. റാംപാർട്ട് മീൻസ് ആ ഒരു ബാരിയർ ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ബാരിയർ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് സ്പേസ്, സ്പേസിന്റെ തുടക്കമാണ്. ദ ബ്ലെസ്ഡ് ഡാമോസൽ കനോട്ട് സീ ദ സൺ സിൻസ് ഇറ്റ് ഈസ് സോ ഫാർ ഫ്രം ഹെവൻ. അവൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് മുകളിലാണല്ലോ, നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് സൂര്യനെ കാണാനില്ല. അപ്പൊ മുകളിൽ നിന്നും അവൾ താഴേക്കായിരിക്കും നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ അവൾക്ക് കാണാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവനിൽ നിന്നും ഒരുപാട് അകലെയാണ് സൂര്യൻ. The fact that God's dwelling is located here makes heaven special. എന്താണ് സ്വർഗത്തെ സ്പെഷ്യലാക്കുന്നത്? സ്വർഗത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് സ്വർഗത്തെ സ്പെഷ്യലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. സ്വർഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവം വസിക്കുന്നത്. ഹെവൻ ആണ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. ഔട്ട്സൈഡ് ഹെവൻ ദർ ഈസ് എ ലാർജ് ഏരിയ. സ്വർഗത്തിന്റെ പുറത്ത് വലിയൊരു ഏരിയ ഉണ്ട്. നമ്മളെ വീടിന് ചുറ്റും വലിയൊരു ഏരിയ ഉള്ള പോലെ സ്വർഗത്തിന് പുറത്ത് ഒരു ലാർജ് ഏരിയ ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഫിൽഡ് വിത്ത്, ആ വലിയ ഏരിയയിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഈതറാണ്. അതായത് എ ട്രാൻസ്ലസെന്റ് സബ്സ്റ്റൻസ്. ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ലസെന്റ് സബ്സ്റ്റൻസ് ആണ്. അതായത് ഭാഗികമായി മാത്രം പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തു. അതാണ് ട്രാൻസ്ലസെന്റ് സബ്സ്റ്റൻസ്, ഈതർ. ഈ ഈതർ കൊണ്ടാണ് സ്വർഗത്തിന്റെ പുറമെല്ലാം നിറഞ്ഞിരിക്കുന്നത്. റാദർ ദാൻ ബീങ് എംപ്റ്റി. അപ്പൊ എന്താ പറയുന്നത്? സ്വർഗത്തിന്റെ ചുറ്റും എംപ്റ്റി അല്ല, ശൂന്യമല്ല, അവിടെയെല്ലാം ട്രാൻസ്ലസെന്റ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഈതർ നിറഞ്ഞിട്ടുണ്ട്. ദ പോയം കമ്പയേഴ്സ് ഡേ ആൻഡ് നൈറ്റ് ടു ഓപ്പോസിറ്റ്ലി ലൈറ്റ് ആൻഡ് ഡാർക്ക് വേവ്സ് ദാറ്റ് മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇനി ഈ കവിതയിൽ രാത്രിയെയും പകലിനെയും കമ്പയർ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈറ്റുമായിട്ടും ഡാർക്കുമായിട്ടാണ്. അവ മുന്നിലോട്ടും ബാക്കിലോട്ടും ചലിക്കുന്നു. ദാറ്റ് മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അതായത് മുന്നിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേവ്സ്. വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലകൾ, വേവ്സ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവ വ്യത്യസ്തങ്ങളാണ്, ലൈറ്റ് ഉള്ളതും ഇരുണ്ടതുമായ. ആ മുന്നിലേക്കും ബാക്കിലേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇരുണ്ടതും അതുപോലെ തന്നെ പ്രകാശമുള്ളതുമായ വ്യത്യസ്തമായിട്ടുള്ള വേവ്സ്, വ്യത്യസ്തമായ കിരണങ്ങൾ. ആ കിരണങ്ങളുമായിട്ടാണ് ഈ കവിതയിൽ
രാത്രിയെയും പകലിനെയും താരതമ്യം ചെയ്യുന്നത്. ദ എർത്ത് ഈസ് ഫാർ എവേ, അതായത് സ്വർഗത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് ഭൂമി. ആൻഡ് അപ്പിയേഴ്സ് ടു ബി എ മിനിസ്ക്യൂൾ two-winged insect flying in circles as it revolves around the sun and itself. ആ ഒരു ഭൂമി റിവോൾവ്സ് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും അത് കറങ്ങുമ്പോഴും അത് സ്വയം കറങ്ങുമ്പോഴും സ്വർഗത്തിൽ നിന്നും നോക്കുമ്പോൾ രണ്ട് ചിറകുള്ള ഒരു ചെറിയ മിനുസ്ക്യൂൾ എന്ന് പറഞ്ഞാൽ വെരി മൈന്യൂട്ട്, വളരെ ചെറിയ ടു വിങ്ഡ് ഇൻസെക്റ്റ്, വളരെ ചെറിയൊരു പ്രാണിയെ പോലെ തോന്നും എർത്തിന്. എർത്ത് എന്ത് ചെയ്യുമ്പോൾ സർക്കിൾസ് ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അത് സൂര്യന് ചുറ്റും അത് തിരിയുമ്പോൾ ഭൂമി കറങ്ങുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചിറകുകളുള്ള ഒരു ചെറിയ ഇൻസെക്റ്റ്, ഒരു ചെറിയ പ്രാണിയെ പോലെ തോന്നും. The blessed damozel is so lost in her own thoughts that she hardly notices what is going on in heaven around her. Blessed damozel, അവളുടെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തൻ്റെ ചുറ്റും സ്വർഗത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ഡാമോസൽ അറിയുന്നില്ല. The recently ascended souls have made friends with the blessed damozel. സ്വർഗത്തിലേക്ക് പുതുതായി വന്ന ആത്മാക്കള്, പുതുതായി വന്ന മനുഷ്യര് ഡാമോസലിനെ പരിചയപ്പെടുകയും അവളുമായി ചെങ്ങാത്തത്തിലാവുകയും ചെയ്തു. The spirits are engaging in friendly and supportive games that encourage fraternity. സ്വർഗത്തിൽ വരുന്ന ആത്മാക്കള് അവർ പരസ്പരം ഫ്രണ്ട്ലി ആവുകയും അവര് സൗഹൃദത്തിന് വേണ്ടി പുതിയ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവര് ഓരോ ഗെയിമുകളിൽ വ്യാപൃതരാവുകയും മുഴുകുകയും ചെയ്യുന്നു. They are addressing one another by their new names which reflect the purity they have just attained. സ്വർഗത്തിലെത്തുന്ന ആത്മാക്കൾ പരസ്പരം പേര് വിളിക്കുന്നു. അവർ വിളിക്കുന്നത് ഭൂമിയിലെ പേരുകളല്ല, ബൈ ദെയർ ന്യൂ നെയിംസ്. അവർ പുതിയ പേരുകളാണ് വിളിക്കുന്നത്. പുതിയ പേരുകൾ എന്ന് പറയുമ്പോൾ അവർ സ്വർഗത്തിലെത്തിയതോടുകൂടി അവർ അറ്റൈൻ ചെയ്ത അവരുടെ പരിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്ന, പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധി. അവരുടെ പ്യൂരിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അവർ സ്വർഗത്തിലെത്തി നേടിയ പുതിയ പേരുകള് അവർ പരസ്പരം വിളിക്കുന്നു. The precious souls are ascending to God's throne. സ്വർഗത്തിലെത്തുന്ന പുതിയ ആത്മാക്കൾ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് അസെൻഡിങ് കയറുന്നു. None of these things seem important to blessed damozel. എന്നാൽ ഈ നടക്കുന്ന കാഴ്ചകളൊന്നും ഡാമോസലിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ടതല്ലാത്തതായി തോന്നുന്നു. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചുറ്റും ഇത്തരം പല കാര്യങ്ങളിൽ അവിടെ ഗെയിംസ് നടക്കുന്നുണ്ട്, പുതിയ ആത്മാക്കൾ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വരുന്ന പുതിയ ആത്മാക്കൾ ദൈവത്തിൻ്റെ ത്രോണിലേക്ക് അസെൻഡ് ചെയ്യുന്നുണ്ട്, കയറുന്നുണ്ട്. ഇങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല? ബ്ലെസ്ഡ് ഡാമോസൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ മറ്റെന്തൊക്കെയോ ചിന്തയിൽ മുഴുകി നിൽക്കുകയാണ്. ദ ബ്ലെസ്ഡ് ഡാമോസൽ സ്റ്റൂപ്സ് ആൻഡ് കണ്ടിന്യൂസ് ടു ഗേസ്. അവൾ നിൽക്കുന്നത് ആ സ്വർഗത്തിന്റെ ബാരിയർ, അതായത് സ്വർഗത്തിനും അതുപോലെ തന്നെ അതിന്റെ അതിർത്തിയിൽ വരുന്ന ഒരു ബാരിയർ അല്ലെ, പുറത്തിറങ്ങാനുള്ള തടസ്സം. അവള് സ്റ്റൂപ്സ്, അവള് തല കുനിച്ചാണ് നിൽക്കുന്നത്. അവ എന്തോ താഴേക്ക് നോക്കുകയാണ്. കണ്ടിന്യൂസ് ടു ഗേസ് ഡൗൺവേർഡ്. അവൾ തല കുനിച്ച് താഴേക്ക് തന്നെ നോക്കുകയാണ്. ഫ്രം ഹെവൻ അറ്റ് ദ വേൾഡ് ബിലോ. അവൾ സ്വർഗത്തിൽ നിന്നും തല കുനിച്ച് താഴെയുള്ള ലോകത്തേക്ക്, അവൾ ഭൂമിയിലേക്കാണ് അവൾ നോക്കുന്നത്. ഷി ഹാസ് ബീൻ ലീനിങ് ഓൺ ദി ഹെവൻലി ഗോൾഡ് ബാർ ഫോർ എ വൈൽ ആൻഡ് ഹെർ ബ്രെഡ്സ് ബിഗിൻ ടു വാം ദ ബാർ. അവള് സ്വർഗത്തിന്റെ ഒരു ബാർ ഉണ്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാരിയർ ഇല്ലേ,
ആ ബാരിയറിൽ അവിടെ ഒരു ഗോൾഡ് ബാർ ഉണ്ട്, അതായത് ഒരു സ്വർണത്തിന്റെ ഒരു ദണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിലേക്ക് അവൾ വളരെയധികം ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ചാഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ബ്രസ്റ്റ് ആ ബാറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. അത്രയും അമർന്ന് നിന്ന് മാക്സിമം പണിപ്പെട്ട് താഴേക്ക് നോക്കുന്നുണ്ട് അവൾ ഭൂമിയിലേക്ക്. ആരെയാണ് അവൾ നോക്കുന്നത്? The lilies she is holding have faded even more. നമ്മൾ നേരത്തെ പറഞ്ഞു അവളുടെ കയ്യിലുള്ള ലില്ലിപ്പൂക്കള്, ആ ലില്ലിപ്പൂക്കള് മങ്ങിയിരിക്കുന്നു. It appears as though the lilies are dozing off. അതായത് ഉറക്കം വന്നിരിക്കുന്ന ഒരു മുഖല്ലേ, ഡോസിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ഉറക്കം വരിക. ഇപ്പൊ ആ ലില്ലിപ്പൂക്കളെ കണ്ടാൽ അവയുടെ ഫ്രഷ്നെസ് മങ്ങിയിട്ട് ഒരു ഉറക്കം തൂങ്ങിയ ഉറക്കച്ചടവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ആ പൂക്കള് മാറിയിരിക്കുന്നു. The blessed damozel observes that time begins in heaven. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലെസ്ഡ് ഡാമോസൽ ശ്രദ്ധിക്കുന്നത് സ്വർഗത്തില് സമയം തുടങ്ങിയിരിക്കുന്നു. ആൻഡ് എക്സ്പാൻഡ്സ് ത്രൂ ഔട്ട് ദി കോസ്മോസ്. മാത്രമല്ല ചുറ്റുമുള്ള കോസ്മോസ്, പ്രപഞ്ചം അല്ലെങ്കിൽ അണ്ഡകടാഹം എന്നൊക്കെ പറയും, വികസിക്കുന്നത് അവൾ കാണുന്നു. Nothing seems to be able to fend off the effects of time. അതായത് സമയത്തിന്റെ ഇഫക്റ്റ്, അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നിനും കഴിയില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന, അതായത് സമയം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങൾ സമയം അവശേഷിപ്പിക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നിനും സാധ്യമല്ല. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ ബ്ലെസ്ഡ് ഡാമോസൽ ഫീൽസ് ആൻഷ്യസ് അബൌട്ട്. അതായത് അവൾ മനസ്സിലാക്കാണ് സമയം മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് സമയം വളരെ സ്ലോ ആണെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ അവൾ പറയാണ് സമയം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല അവൾ ഉത്കണ്ഠപ്പെടുകയാണ്, അവൾക്ക് ആശ്ചര്യമാണ്. ആരെ കുറിച്ചാണ് ഡാമോസൽ ആശ്ചര്യപ്പെടുന്നത്? അബൌട്ട് വാട്ട് ഹെർ സ്വീറ്റ് ഹേർട്ട് മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത് അറ്റ് ടൈം പാസ്ഡ്. സമയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ തൻ്റെ സ്വീറ്റ് ഹേർട്ട്, അതായത് താൻ അവിടെ ഉപേക്ഷിച്ച് ബാക്കി വെച്ച് പോകുന്ന തൻ്റെ സ്വീറ്റ് ഹേർട്ട്, തൻ്റെ കാമുകന് സമയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കാമുകന് എന്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും? ഷീ ദെൻ സ്റ്റാർട്ട് ടു ടോക്ക് വിത്ത് എ വോയിസ് ആസ് സ്വീറ്റ് ആസ് ഹെവൻലി ഓർ പ്ലാനറ്ററി മെലഡി. ശേഷം അവള് വളരെ മൃദുവായിട്ടുള്ള ഒരു ആസ് ദ ഹെവൻലി, സ്വർഗീയം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു പ്ലാനറ്ററി മെലഡി, ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു മെലഡി, ഒരു സ്വീറ്റ് സോങ്, അത്തരത്തിലൊരു സ്വീറ്റ് വോയിസുമായിട്ട് അവള് സംസാരിക്കുന്നു. ദ ക്രസന്റ് മൂൺ റൈസസ് ആസ് ദ സൺ സെറ്റ്സ്. സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ ദ ക്രസന്റ് മൂൺ റൈസസ്, അർദ്ധചന്ദ്രൻ ഉയർന്നു വരുന്നു. ദ മൂൺ അക്കോർഡിംഗ് ടു ദ പോയറ്റ്, പോയറ്റിന്റെ അഭിപ്രായത്തിൽ ചന്ദ്രൻ has floated across space like a tiny feature. അതായത് ഒരു കൊച്ചു ജീവി, ടൈനി, ഒരു കൊച്ചു ജീവിയെ പോലെ ആകാശത്തു കൂടി അല്ലെങ്കിൽ സ്പേസിലൂടെ ചന്ദ്രൻ ഒഴുകി നടക്കുന്നു. A melodious voice that resembles the melody of stars is used by the blessed damozel as she starts to speak. ഡാമോസൽ വളരെ മൃദുവായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, മെലോഡിയസ് ആയിട്ടുള്ള, അതായത് സ്റ്റാർസിന്റെ സൗണ്ട് പോലെ, റിസംബിൾസ് സാമ്യതയുള്ള അല്ലെ പോലെ തോന്നുന്ന, എന്തിനോട്? റിസംബിൾസ് ദ മെലഡി ഓഫ് ദ സ്റ്റാർസ്. അതായത് സ്റ്റാർസിന്റെ മെലഡിയോട്, സ്റ്റാർസിന്റെ മധുരകരമായ ശബ്ദത്തോട് സാമ്യതയുള്ള ഒരു ശബ്ദത്തില് ഡാമോസൽ സംസാരിച്ചു തുടങ്ങുന്നു. എന്താണ് ഡാമോസൽ പറയുന്നത്? ദ ലവർ ഓൺ എർത്ത് അസോസിയേറ്റ്സ് ദ പ്ലസന്റ് സിംഗിങ് ഓഫ്. ഈ സമയത്ത് ഭൂമിയിലുള്ള അവളുടെ കാമുകൻ, ആ കാമുകൻ എന്ത് ചെയ്യുന്നു? അസോസിയേറ്റ്സ് പ്ലസന്റ് സിംഗിങ് ഓഫ് സെയിന്റ് ഡാമോസൽ. ഡാമോസലിന്റെ മനോഹരമായിട്ടുള്ള പാട്ടിനെ അയാൾ അസോസിയേറ്റ് ചെയ്യുന്നു, അയാൾ റിലേറ്റ് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. എന്തുമായിട്ടാണ്? കാമുകൻ പാട്ടിനെ, ഡാമോസലിന്റെ പാട്ടിനെ അസോസിയേറ്റ് ചെയ്യുന്നത് വിത്ത് ദാറ്റ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ പാട്ടുമായിട്ട്. അപ്പൊ ഡാമോസലിന്റെ പാട്ടിനെ, ഡാമോസലിന്റെ ലവറ്
പക്ഷികളുടെ സോങ്ങുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഹി ബിലീവ്സ് ദാറ്റ്, എന്താണ് കാമുകൻ വിശ്വസിക്കുന്നത്? ദാറ്റ് വെൻ ചർച്ച് ബെൽ റിംഗ്, ചർച്ച് ബെൽ അടിക്കുമ്പോൾ അയാൾ വിശ്വസിക്കുകയാണ്. ദ ബ്ലെസ്ഡ് ഡാമോസൽ ഈസ് അപ്രോച്ചിങ് ഹിം ബൈ അസെൻഡിങ് സ്റ്റെയർകേസ് ദാറ്റ് കണക്ട്സ് ഹെവൻ ആൻഡ് എർത്ത്. അതായത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന സ്റ്റെയർകേസ് വഴി സ്വർഗത്തിൽ നിന്നും ഡാമോസൽ ഭൂമിയിലേക്ക് കയറി വരുന്നു, അസെൻഡ് ചെയ്ത് കയറി വരുന്നു എന്നാണ് ചർച്ച് ബെൽ അടിക്കുമ്പോൾ ഡാമോസലിന്റെ ലവർ വിശ്വസിക്കുന്നത്. ദ ബ്ലെസ്ഡ് ഡാമോസൽ ആസ്ക് ഗോഡ്, ബ്ലെസ്ഡ് ഡാമോസൽ അവള് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് അവളുടെ ആവശ്യം? ടു ബ്രിങ് ഹെർ ആൻഡ് ഹെർ ലവർ ബാക്ക് ടുഗദർ, അവളെയും അവളുടെ ലവറിനെയും ഒരുമിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു. ദ സെയിം കൈൻഡ് ഓഫ് പ്രെയർ ഹാസ് ആൾസോ ബീൻ അച്ചേർഡ് ബൈ ഹെർ പാർട്ട്ണർ. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അവളുടെ ലവറും അതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കുന്നു. ദ ഡാമോസൽ ഈസ് ഷുവർ ദാറ്റ്, അതുകൊണ്ട് തന്നെ ഡാമോസലിന് ഉറപ്പുണ്ട് ഗോഡ് വിൽ ആൻസർ ദെയർ മ്യൂച്വൽ പ്രെയർ, അതുകൊണ്ട് തന്നെ ദൈവം അവരുടെ മ്യൂച്വൽ പ്രെയറിന്, രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ഷീ നീഡ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ്, അവളുടെ പ്രതീക്ഷ വിടേണ്ടതില്ല. ദ ബ്ലെസ്ഡ് ഡാമോസൽ എൻവിഷൻസ് ഹെർ ലവർ എൻറ്ററിങ് പാരഡൈസ്, തൻ്റെ കാമുകൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അവളുടെ ഭാവനയിൽ അവൾ കാണുന്നു. എങ്ങനെയാണ് അവളെ ലവർ എൻട്രി ചെയ്യുന്നത്? ഡ്രസ്ഡ് ഇൻ വൈറ്റ്, വെള്ള വസ്ത്രം ധരിച്ചിട്ട്, വിത്ത് ആൻ ഓറിയോൾ റാപ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്, അയാളുടെ ചുറ്റും ഒരു പ്രത്യേക പരിവേഷം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓറിയോൾ റാപ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ തലക്ക് ചുറ്റും ഒരു പ്രത്യേക പരിവേഷം. നമ്മളിപ്പോൾ പറയില്ലേ ഓറ എന്ന് പറയില്ലേ, ദാറ്റ് ഈസ് ഓറിയോൾ. ഒരു പ്രത്യേക പ്രഭാവം അല്ലെങ്കിൽ ഒരു പരിവേഷം അല്ലെങ്കിൽ ഒരു പ്രഭാവം അയാളുടെ തലക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഹി വിൽ റെപ്രസെന്റ് ഹിസ് ന്യൂലി അറ്റൈൻഡ് സ്റ്റാറ്റസ് ആസ് എ ബ്ലെസ്ഡ് സോൾ വിത്ത് ആൻ ഓറിയോൾ. മാത്രമല്ല, അങ്ങനെ അവൻ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ പുതിയ സ്റ്റാറ്റസ്, അതായത് ആ ഒരു പുതിയ പരിവേഷമുള്ള അനുഗ്രഹീതമായിട്ടുള്ള ആ ഒരു പുതിയ സ്റ്റാറ്റസ്, അതും അവൻ സ്വർഗത്തിലെത്തിയതോടുകൂടി അവൻ അറ്റൈൻ ചെയ്ത, അവൻ നേടിയെടുത്ത അവൻ്റെ പുതിയ പരിവേഷവും അതുപോലെ തന്നെ അനുഗ്രഹീതമായിട്ടുള്ള ആ സ്റ്റാറ്റസും അവൻ റെപ്രസെന്റ് ചെയ്യും. അവ തൻ്റെ ലവർക്കും സ്വർഗത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു പുതിയ പരിവേഷവും സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാകും. ഷീ ഓഫേഴ്സ് ടു അക്കംപനി ഹിം. മാത്രമല്ല, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൾ അവൻ്റെ കൂടെ പോവും. ഓൺ ഹാൻഡ് ഇൻ ഹാൻഡ് ജേർണി ടു ദ ഡീപ്പ് വെൽസ് ഓഫ് ലൈറ്റ്. അവിടെ എന്തുണ്ട്? അവിടെ ഒരു പ്രകാശത്തിൻ്റെ ഒരു വെൽ, ഒരു ഡീപ്പ് വെല്ലുണ്ട്, ഒരു പ്രകാശത്തിൻ്റെ ഒരു കിണർ, ഒരു ഡീപ്പ് വെല്ലുണ്ട്. അങ്ങോട്ട് അവൾ അവനെ ആനയിച്ചു കൊണ്ടുപോകും. ആ ഒരു വെൽ ഓഫ് ലൈറ്റ് where they would bathe in the divine presence like in a stream. അവിടെ ആ ഡിവൈൻ പ്രസൻസിൽ, ആ ഒരു ദൈവികമായ സാന്നിധ്യത്തിൽ രണ്ടുപേരും ഒരു അരുവിയിലേതെന്ന പോലെ ആ വെൽസ് ഓഫ് ലൈറ്റിൽ നിന്നും അവർ രണ്ടുപേരും കുളിക്കും. ദ ബ്ലെസ്ഡ് ഡാമോസൽ സജസ്റ്റ്, ശേഷം ബ്ലെസ്ഡ് ഡാമോസൽ നിർദ്ദേശിക്കുകയാണ് ടേക്കിംഗ് ഹെർ ബിലൗഡ് ടു ഹെവൻലി ശ്രീൻ. അതിനുശേഷം അവളുടെ ബിലൗഡിനെ ആ ശ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബലിപീഠം, ആ പീഠത്തിലേക്ക് കൊണ്ടുപോകും. ദ പ്രേയേഴ്സ് ഓഫേർഡ് ബൈ ബിലീവേഴ്സ് ഹെൽപ്പ് ദ ലാംപ് അറ്റ് ദ ശ്രൈൻ ബേൺ. ആ ഒരു ശ്രൈൻ, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തുന്നത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ആ ലൈറ്റിന് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്. മാത്രമല്ല, വെൻ ഗോഡ് ആൻസേഴ്സ് പ്രേയേഴ്സ്, ദൈവം വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ ദേ ഡിസിപ്പേറ്റ് ലൈക്ക് എ ലിറ്റിൽ ക്ലൗഡ്, ഒരു മേഘത്തെ പോലെ ആ പ്രകാശം എന്തു ചെയ്യുന്നു? അണയുകയും അല്ലെങ്കിൽ മങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ശ്രൈൻ, ആ ഒരു പീഠത്തിലേക്ക് അവൾ അവനെ കൊണ്ടുപോകുമെന്നും അവൾ പറയുന്നുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ആ ഒരു ക്ലാസ്സോട് കൂടി ഇത് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് 1-2 ക്ലാസ്സോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ തീം അനലൈസ് ചെയ്യൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യും, നമ്മളെ സെക്ഷൻ 2 അതായത് ബ്ലോക്ക് 2 കംപ്ലീറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശേഷം എന്ത് ചെയ്യാം, ബ്ലോക്ക് 1ഉം 2ഉം നമുക്ക് നോട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇനിയും ലെങ്തി ആക്കാൻ കാരണം അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ അരമണിക്കൂറായിട്ടുണ്ട്. ഇതിലും ലെങ്തി ആയി കഴിഞ്ഞാൽ വീഡിയോ കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വീഡിയോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ സമയമായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്നാലേ നമുക്ക് ചാനലിനൊരു ഗ്രോത്ത്, ഒരു വളർച്ച വേണ്ടേ. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.